നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിനെ കുറിച്ചുള്ള ഒരു ചെറിയ കൊച്ചു വീഡിയോ ആണ്. അതായത് ബംഗ്ലാദേശിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ ഭരിച്ചിരുന്നത് ഷെയ്ഖ് ഹസീനയായിരുന്നു. തുടർന്ന് അവിടുന്ന് സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട് ഇന്ത്യയിലേക്ക് അഭയം തേടുകയാണ് ചെയ്തത്. അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ കൂടിയായിരുന്നു. അങ്ങനെ വിഭജന കാലം കഴിഞ്ഞപ്പോൾ ഈ ബംഗ്ലാദേശികൾക്ക് മാത്രം വേണമെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനുമായി യുദ്ധമുണ്ടാവുകയും ആ യുദ്ധത്തിൽ ഇന്ത്യ അവരെ സഹായിക്കുകയും ചെയ്തു. അന്ന് ഭരിച്ചിരുന്നത് ഇന്ദിരാഗാന്ധിയായിരുന്നു. തുടർന്നുണ്ടായ പല നേതാക്കന്മാർക്ക് ശേഷം വന്ന ഷെയ്ഖ് ഹസീന അവിടെ വളരെ ഭംഗിയായി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഉയർന്ന GDP ആയിരുന്നു അവരുടെ പൈസക്ക്. ലോകം മുഴുവൻ അവരെ ആദരിച്ചിരുന്നു. അതുപോലെ തന്നെ പല കയറ്റുമതി രംഗങ്ങളിലും വളരെ ആവേശത്തോടുകൂടി രാജ്യം കുതിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു വർഗീയ സംഘർഷം അവിടെ ഉടലെടുത്തത്. കാരണം പുറത്തു നിന്നുള്ള ഇടപെടൽ തന്നെയാണെന്ന് ഇന്ത്യ അനുമാനിക്കുന്നു. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവിടെ മുൻകാലഘട്ടത്തിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് പല മേഖലയിലും ഉഴന്ന ആളുകളുടെ പിൻഗാമികൾക്ക് വളരെ ഉയർന്ന ജോലിയും മറ്റുള്ളവർക്ക് ജോലി ഉണ്ടെങ്കിലും ഉയർന്ന ശമ്പളമില്ലാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു. ഇത് മുതലെടുത്തിട്ടാണ് അവിടെ വഴക്ക് ആരംഭിച്ചത്. തുടർന്ന് ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കപ്പെടുകയും ചെയ്തു. അവിടെ ഭയങ്കരമായ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ആ കലഹത്തിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയായിരുന്നു. പിന്നീട് പാകിസ്ഥാൻ അവിടെ കൊണ്ടുവന്നിട്ട് യൂനിസിനെ തൽക്കാലം നിയമിക്കുകയും ചെയ്തു. യൂനിസാകട്ടെ ഇന്ത്യക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനോട് ചായവുള്ള പ്രോക്സിയാണ്. അവർ ചെന്നിട്ട് അവിടെ വളരെ താഴ്ന്ന ജാതിക്കാരെയും മറ്റും ആക്രമിക്കുകയും മറ്റുള്ള രീതിയിൽ പല അതിക്രമങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ പട്ടാളത്തിന് അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് എന്ന തോതിൽ സ്ഥാപിക്കേണ്ടി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരക്കൻ ആർമി എന്ന് പറയുന്ന ഒരു സംഘം അവിടെ ഇപ്പോൾ പെട്ടെന്ന് ഉടലെടുത്തിട്ടുള്ളത്. അതായത് ഈ ആരക്കൻ ആർമി എന്ന് പറയുമ്പോൾ അവർ ബുദ്ധമതക്കാരാണ്. അവർക്ക് സ്വതവേ അവരുടേതായ ഒരു രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. ഇപ്പോൾ അവരെ ഉപദ്രവിച്ചിട്ട് അവർ മഹാക്രൂരന്മാരായി മാറുകയാണ് ചെയ്തത്. അവരുടെ കയ്യിൽ അനേകം സൈസ് ആയുധങ്ങളും കണ്ടുവരുന്നു. ഇത് ഇന്ത്യ കൊടുക്കുന്നതാണെന്ന് ഒരു കുറ്റപ്പെടുത്തൽ പാകിസ്ഥാൻ നടത്തുകയും ചെയ്തു. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രണ്ടു കൂട്ടരും മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് തന്നെ പുറപ്പെടുമ്പോൾ ഇന്ത്യൻ ആർമിയുടെ സഹായം അവിടെ വളരെ അത്യാവശ്യമായി വന്നതാണ്. കാരണം അവരവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ മിസൈലൊക്കെ കൊടുത്ത് സ്ഥാപിക്കുകയും ഇന്ത്യക്ക് നേരെ ആഞ്ഞടിക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അവരുടെ തുറമുഖത്ത് വന്നടിഞ്ഞ കപ്പലിൽ അനേകം സൈസ് ആയുധങ്ങളൊക്കെ വിദേശത്തു നിന്ന് വന്നു എന്ന് ഇൻ്റലിജൻസ് വിഭാഗം ഇന്ത്യക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ അവിടെ പട്ടാളത്തെ വളരെ തന്ത്രപൂർവ്വം നിയോഗിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഒരു മാറ്റം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഹസീന തന്നെയായിരിക്കും ഒരുപക്ഷെ അവിടെ നേതാവായിട്ട് വരിക. ഇവിടെ നമുക്കങ്ങനെ ആ ഭാഗം വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. കാരണം ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം വളരെ ഭംഗിയായി നടക്കുന്ന ഒരു സ്ഥലമാണത്. ഇപ്പോൾ തന്നെ അവിടെ നിന്ന് അകറ്റപ്പെട്ട ബംഗ്ലാദേശികൾ ഇന്ത്യ ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ റോഹിംഗ്യ മുസ്ലിങ്ങൾ, ഇന്നില്ലാത്ത ആളുകളൊന്നുമില്ല. ഒരു പാസ്പോർട്ടും ഇല്ല, ഒരു ആധാറും ഇല്ലാതെ ലോകം മുഴുവൻ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ അവസ്ഥ. അപ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ഇടപെടലാണ് എപ്പോഴും ഒരു ആഭ്യന്തര കലഹം ഉണ്ടാക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരുദ്ദേശങ്ങളുണ്ടാവും. അതിൽ അവർ വിജയിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അവിടെയൊക്കെ നമ്മൾ വളരെ തന്ത്രപൂർവ്വം നിന്നില്ലെങ്കിൽ രാജ്യം അന്യാധീനപ്പെട്ടു പോകുമെന്നുള്ളത് സത്യം തന്നെയാണ്. ഇവിടെ നമ്മൾ വളരെ കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആയുധങ്ങൾ വരുന്നത് കപ്പലിൽ ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ടാണ് ആയുധങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയോട് അവർ ധാരാളം ഭക്ഷണം ചോദിച്ചു, ഗോതമ്പ് ചോദിച്ചു, ഉരുളക്കിഴങ്ങ് ചോദിച്ചു. ഒന്നും തന്നെ ഇപ്പം മോഡി കൊടുത്തിട്ടില്ല. വളരെ വില കുറഞ്ഞ രീതിയിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ആളെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് നീക്കച്ചാൽ രക്ഷമൊന്നുമില്ല. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെന്നെങ്കിൽ പാകിസ്ഥാൻ ആകെ തവിട് പൊടിയാവാൻ പോവുക പല കാരണങ്ങൾ കൊണ്ടും. സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ നയതന്ത്ര ബന്ധങ്ങളിലും
ആ, മറ്റേ പാകിസ്ഥാൻ എന്തായിത്തീരുമെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ പാകിസ്ഥാൻ തന്നെ ഇല്ലാതാകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കൊച്ചു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം. പാകിസ്ഥാൻ തന്നെ ഇല്ലാണ്ടാകുമോ? ഇന്ത്യക്കെതിരെയായിരുന്നു അവർ ആഞ്ഞടിച്ചു കൊണ്ടിരുന്നത് പല കാരണങ്ങൾ കൊണ്ടും. ഇന്ത്യയുടെ പിന്നെ കശ്മീർ ആയിരുന്നു പാകിസ്ഥാൻ്റെ പ്രധാന വിഷയം. എന്തായാലും ശരി, നമുക്ക് ഇത്തരം പിന്നെ ബോർഡുകൾ ഒന്നും തന്നെ നമ്മൾ പിന്നെ വളരെ ലൂസ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളുണ്ടാകുമെന്ന് നമ്മൾക്ക് നന്നായി അറിയാം. ഇപ്പോൾ പാകിസ്ഥാനിലെന്ന് പറഞ്ഞാൽ പട്ടാളങ്ങളൊക്കെ അതിർത്തിയിൽ ഈ നിൽക്കാനും പിടിക്കാനും ഒന്നും ഇല്ലാതെ പാകിസ്ഥാനിൽ നിന്ന് പട്ടാളം രാജിവെച്ച് പോവുകയാണെന്നാണ് വാർത്ത കേൾക്കുന്നത്. 4000 ആൾ പട്ടാളത്തിൽ നിന്ന് രാജിവെച്ച് പോയിട്ട് വിദേശങ്ങളിലൊക്കെ ജോലിയെടുത്ത് ജീവിക്കുകയല്ലേ ഇതിനേക്കാളും നല്ലത് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനെ തഴഞ്ഞു പോയിരിക്കുക. ഇതിൽ പാകിസ്ഥാൻ ആകെ ഭയപ്പെട്ടിരിക്കുകയാണ്. കാരണം എവിടെയും അതിർത്തിയിൽ നിർത്താനോ അല്ലെങ്കിൽ പിന്നെ രാജ്യത്തിനുള്ളിൽ നിർക്കാനോ ഒന്നും തന്നെ പട്ടാളം അവർക്ക് പിന്നെ ഇല്ല എന്നാണ് കേൾക്കാൻ കഴിയുന്ന വാർത്ത. അപ്പോൾ ഇനിയും ഈ പാകിസ്ഥാനെ പറ്റിയും അതുപോലെ തന്നെ ബംഗ്ലാദേശിനെ പറ്റിയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ കൊച്ചു വീഡിയോ നിർത്തുന്നു. ഈ ഷെയ്ഖ് ഹസീന അവിടുന്ന് സ്ഥലം വിടാൻ കാരണം ഈ പുറം രാജ്യത്തു നിന്നുള്ള ഈ ഉള്ളാലുള്ള പേക്കൂത്തുകൾ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. ഒരു അഭ്യന്തര കലഹം അവർക്കുള്ളിൽ ഉണ്ടാക്കി തീർക്കുകയും പിന്നെ ചെറുപ്പക്കാരെ നിരത്തിലിറക്കുകയും ചെയ്തു. അതിനൊക്കെ പട്ടാളം അവിടെ കൂട്ടുനിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ ISIൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഇന്ത്യ ഉറപ്പാക്കിയിരിക്കുന്നു. അത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. ആ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇന്ത്യ അവിടെ ധാരാളം പട്ടാളക്കാരെ വിനിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതുവരെ എല്ലാവർക്കും എല്ലാ ആളുകളും ലൈക്ക് തന്നതിനും അതുപോലെ ഷെയർ ചെയ്തതിനൊക്കെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ കൊച്ചു വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.